എൻ്റെ പേര് വിനയപ്രിയ. ഞാൻ 18 ബാച്ച് ആയിരുന്നു. ഞാൻ പഠിച്ചിറങ്ങിയത് കടപ്പ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആന്ധ്രാപ്രദേശിലാണ്. എനിക്കിപ്പോൾ റാങ്ക് കിട്ടിയിരിക്കുന്നത് 218 ആണ് നീറ്റ് PGയിൽ. ഇപ്പോൾ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, അവർക്ക് ഇത് കുറവാണോ ഈ ഫാക്കൽറ്റി പഠിപ്പിക്കുന്ന കുറവാണെന്ന് വെച്ചിട്ട് വേറെ ആൾക്കാരുടെ പോയി കാണും, വേറെ പ്ലാൻസ് എടുത്തിട്ട് വേറെ ഷെയർ ചെയ്തിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ കാണും. അങ്ങനത്തെയൊക്കെ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ആയിട്ടാണ് തോന്നിയത്. നമ്മൾ കണ്ടന്റ് പുറകെ ഓടിയാൽ ഇറ്റ്സ് ലൈക്ക് നെവർ എൻഡിങ്. നമ്മൾ കണ്ടന്റിന്റെ പുറകെ ഓടാതിരിക്കുക. അപ്പോൾ നമ്മൾ എന്താണോ പഠിക്കുന്നത് കൺസൈസ് ആയിട്ട് പഠിക്കുക, അത് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുക, അതിൽ മാസ്റ്റർ ചെയ്യാൻ നോക്കുക. അതായിരുന്നു ബേസിക് ആയിട്ടുള്ള പ്ലാൻ. ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മെന്റേഴ്സ് ആയിരിക്കും. നമുക്കാണെങ്കിലും എപ്പോഴും സപ്പോർട്ടായിട്ടും ഇടയ്ക്കിടയ്ക്ക് സൂം മീറ്റിംഗ് ഒക്കെ വെച്ചിട്ടും, നമുക്കിപ്പോൾ നീറ്റ് ആണെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്ത സമയത്തൊക്കെ ആണെങ്കിലും അവരാണ് എങ്ങനെ ഇനി ഇരിക്കണം, എപ്പോൾ തൊട്ട് പിന്നെയും പഠിച്ചു തുടങ്ങണം, അങ്ങനെയുള്ള ഐഡിയ ഒക്കെ അവർ തരുന്നത്. അതൊരു മെയിനായിട്ട് തോന്നി. GTC ഞാൻ മെയിനായിട്ട് ചെയ്തത് മാരോയിൽ നിന്നാണ്. ആദ്യം തൊട്ട് ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്ത് GTC ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാൻ ടുവേർഡ്സ് എൻഡാണ് ചെയ്തത്. മെയിനായിട്ട് എന്ന് വെച്ചാൽ മാരോയിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ഓൾമോസ്റ്റ് ഇന്ത്യയിൽ തന്നെ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്കൊരു ഓവറോൾ ഐഡിയ കിട്ടാൻ പറ്റും, നമുക്ക് എത്ര റാങ്ക് കിട്ടുന്നുള്ളതൊക്കെ ഒരു ബേസ് ചെയ്തിട്ട്. പിന്നെ എന്ന് വെച്ചാൽ ഡെയിലി ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഒരു കസ്റ്റം മോഡ്യൂൾ ഇട്ടിട്ട് ചെയ്യുന്നതായിരുന്നു ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. ഒരു 50 to 100 ക്വസ്റ്റ്യൻസ് ഡെയിലി കസ്റ്റം മോഡ്യൂൾ ഇട്ടിട്ട് ചെയ്യുന്നതാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ട്.